ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ MEG7 എന്ന കൂട്ടായ്മയ്ക്കെതിരെ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങൾ അത് ഉന്നയിച്ച ആളുകളെ തന്നെ തിരിച്ചടിക്കുകയാണ്. ഇന്നിപ്പോൾ കാന്തപുരം വിഭാഗവും പിന്മാറുമ്പോൾ, ആ ഉന്നയിച്ച വിമർശനത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഇനിയിപ്പോൾ വിമർശകരില്ല എന്ന അവസ്ഥയായിരിക്കുന്നു. CPM ഇന്നലെ തന്നെ പിന്മാറി. മോഹന മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം തന്നെ തിരുത്തി. ആളുകൾ നുഴഞ്ഞു കയറാതെ നോക്കണം എന്നൊരു സ്വദേശ പ്രസംഗമാണ് ഞാൻ നടത്തിയത് എന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ വിശദീകരിക്കുന്നു. ഈ MEG7-മായി ബന്ധപ്പെട്ട് അനാവശ്യമായി വിവാദമുണ്ടാക്കിയോ? അങ്ങനെ അനാവശ്യ വിവാദം ഉണ്ടാക്കിയത് മലബാർ മേഖലയിലെങ്കിലും ഇടതുപക്ഷത്തിന് ദോഷകരമായി വരുമോ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? അല്ല, അത് വിവാദം അനാവശ്യമാണ്. കാരണം എന്താ വെച്ചാല് നമ്മളിത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഈ പാർട്ടിയുടെ സിസ്റ്റം എനിക്ക് അഭിലാഷനൊക്കെ അറിയാലോ. അത് ഉള്ളിൽ ഡിസ്കസ് ചെയ്തിട്ട് മുകളിൽ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു നോടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അത് പിന്നെ എന്താണ് പബ്ലിക്കായിട്ട് പറയുള്ളൂ. ഇത് മാഷ് അന്നപ്പം കിട്ടിയൊരു വിവരം ആ ഒരു പ്രസംഗത്തിനിടയ്ക്ക് അങ്ങോട്ട് എന്താണ് പറയുക, ഒരാഴ്ചത്തെ മോരെ കിട്ടിയ വിവരം പ്രസംഗത്തിനിടയ്ക്ക് അങ്ങോട്ട് എഴുന്നള്ളിച്ചതാണ്. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് വളരെ തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് കൊടുത്തത്. നമ്മൾ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ ആ സംഘടനയുടെ ആളാന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരി. ഞാനിത് വളരെ മുമ്പേ എൻ്റെ പല ലേഖനങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടാണ്. ആ മലബാറിലെ മുസ്ലിം, അപ്പം നമുക്കറിയാവുന്ന കമ്മ്യൂണിറ്റിയാണല്ലോ മലബാർ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ. ഇവിടെ ഇടയിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ വളരെ ശക്തമാണ്. അതിന് പ്രധാനമായും ഗൾഫ് മൈഗ്രേഷന് ശേഷം നമുക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ ഗതിയുണ്ട്. നന്നായി തിന്നുകയും കുടിക്കുകയും ചെയ്യും. നമ്മൾ നല്ല ഭക്ഷണത്തിലാണ് നമ്മൾ നന്നായിട്ട് ആളുകളെ ശ്രദ്ധിക്കുകയും ചെയ്യും. പക്ഷേ അല്ല, മലബാറിൽ ഇത് കൂടുതൽ അഭിലാഷൻ അറിയാലോ. സാധാരണ എല്ലാ മലയാളിക്കും അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിനകത്ത് നല്ല ദാരിദ്ര്യവും നല്ല കഷ്ടപ്പാടൊക്കെ സൗത്തിലോട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മുസ്ലിംസിനിടെ പൊതുവെ ഇങ്ങനെ ഒരു പല കാര്യങ്ങളും അത് ഒന്നും നെഗറ്റീവായിട്ട് നേടിയെടുത്തല്ല, പോസിറ്റീവായിട്ട് നേടിയെടുത്താണ്. ഒരു ഭക്ഷണ വിപ്ലവത്തിൻ്റെ കാലഘട്ടം 90s വന്നിട്ടുണ്ട്. അപ്പം 90s തുടക്കത്തിൽ കോഴിക്കോട് നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് നമ്മളെ സാഗർ ഹോട്ടൽ, പിന്നെ ടഫ്ലാസ്, അങ്ങനെ 3-4 ഹോട്ടലിന്, നമ്മളെ താത്താൻ്റെ ഹോട്ടൽ, പിന്നെ ബോംബെ ഹോട്ടൽ, ഇങ്ങനെ 4 ഹോട്ടലുകളാണ്. ഇപ്പം നിങ്ങൾ പോയി നോക്കൂ, കോഴിക്കോട് തന്നെ കൊള്ളാവുന്ന 50ഓളം ഹോട്ടലുകളുണ്ട്. അപ്പം നമുക്ക് പലതിൻ്റെ പേര് പോലും അറിയില്ല. തിരുവനന്തപുരത്താണ് ഭക്ഷണ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പലതിനും പിന്നിൽ മലബാറിലുള്ള മുസ്ലിംസാണ്. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ഈ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരികയും അതിന് ഈ മുസ്ലിംസിൻ്റെ പ്രശ്നം, ഒരു ഏജ് കഴിഞ്ഞാൽ അവർക്ക് ജിമ്മിലൊക്കെ പോകാൻ ഭയങ്കര മടിയാണ്. എസ്പെഷ്യലി സ്ത്രീകൾക്കൊക്കെ ജിമ്മിലൊക്കെ പോകാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ പോലും ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നല്ല പലപ്പോഴും ജിമ്മിൽ കൊടുക്കുക. ഞാൻ പലപ്പോഴും പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ജിമ്മിൽ പലപ്പോഴും വളരെ ഹെവി ആയിരിക്കും. അതിന് തന്നെ മാസം 500 രൂപ വെച്ച് കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് ആദ്യം 1000 രൂപ കൊടുക്കണം. പിന്നെ നമുക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ട്രെയിനർ വേണമെങ്കിൽ അതിന് 5000 തൊട്ട് 50,000 വരെ പല റേഞ്ചുകളുണ്ട്. അപ്പോൾ ഇതൊന്നും ആളുകൾക്ക് താങ്ങാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നത്. ആ മൂവ്മെൻറ്റ് ആ രീതിയിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. പിന്നെ ഇത് SDPI ആയിട്ട് ബന്ധപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. SDPI ആയിട്ട് ബന്ധപ്പെട്ട സൗത്തിലാണ് വരേണ്ടത്. അഭിലാഷൻ എന്താ പറയുക, SDPI PFI മൂവ്മെൻറ്റ് ഏറ്റവും ശക്തമായിട്ടുള്ള സൗതേൺ കേരള, സെൻട്രൽ കേരളയിലാണ്. മലബാറിൽ ഇത് അത്ര ശക്തമൊന്നുമല്ല. ഇപ്പോൾ ബാലുശ്ശേരി എൻ്റെ നാടാണ്. അവിടെ ഞാൻ നാട്ടിൽ നിന്ന് വരുന്നവരെ ഞാനൊരു SDPI-കാരനെ കണ്ടില്ല. ഇപ്പോൾ 1-2 പയ്യന്മാരുണ്ടെങ്കിലുണ്ടോ, അത്രയേ ഉള്ളൂ. അപ്പം ആ പറയുന്നതിൽ അത്രയുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഇതില്ല. പക്ഷേ ഏതൊരു മൂവ്മെൻറ്റിലും ആർക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് നുഴഞ്ഞു കയറാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന് നോക്കി, അത് എല്ലാ മേഖലയിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണ്ടിയിരുന്നു സംസാരിക്കാൻ. അത് ചെയ്തിട്ടില്ല. ഒരു സാധ്യത മുൻകൂട്ടി കണ്ട്. അപ്പോഴും എൻ്റെ ഒരു സംശയം, ഞാനത് നേരത്തെയും ചോദിച്ചതാണ്, ഹസ്കറിനോട് ചോദിച്ചതാണ്. ഇപ്പോൾ ഒരു നാട്ടിലെ ഒരു SDPI-യുടെ ബൂത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ SDPI-യുടെ ഏതോ ഒരു ഭാരവാഹിയോ ആവട്ടെ, അയാൾ ഇതിന്റെ കൂടെ വ്യായാമം ചെയ്യാൻ പോയി എന്ന് വെച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ? ആളുകൾ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അതിൽ പല പാർട്ടിക്കാർ വരില്ലേ സ്വാഭാവികമായിട്ടും. അത് നുഴഞ്ഞുകയറ്റം എന്നുള്ള നിലയിൽ കാണണോ? അല്ല അഭിലാഷ്, നമുക്ക് നുഴഞ്ഞുകയറ്റം എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഇടതുപക്ഷക്കാർക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇടതുപക്ഷം ഇന്ത്യയിൽ രൂപം കൊണ്ടുവന്നത് എങ്ങനെയാണ്, പ്രത്യേകിച്ച് കേരളം നമുക്കറിയാലോ. പല സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഇപ്പോൾ AKG ഒക്കെ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പ്രവർത്തിച്ചിരുന്നത്, കോൺഗ്രസ്സുകാരനാണോ അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ മാതിരി അന്ന് ഹിന്ദുത്വവാദികളൊന്നും വന്നിട്ടില്ല, അങ്ങനെയുള്ള സവർണരാണോ എന്നൊന്നും നോക്കാതെ വീട് ഇല്ലാത്തവന് വീട് ഉണ്ടാക്കി കൊടുക്കുക, കെട്ടിക്കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നത്. അപ്പോൾ ആ രീതി ആ പ്രസ്ഥാനത്തിനറിയാം. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രസ്ഥാനം പെട്ടെന്ന് ഉണ്ടായി വരുമ്പോൾ അത് പാർട്ടിയുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള, എസ്പെഷ്യലി കോഴിക്കോട് എന്ന പാർട്ടിയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലം ബാലുശ്ശേരിയാണ് മാഷ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, എൻ്റെ നാടാണ്. അതൊക്കെ പാർട്ടിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ ഇങ്ങനെ പ്രസ്ഥാനം പൊടുന്നതിനെ അങ്ങോട്ട് ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും. കാരണം പാർട്ടിക്ക് അറിയാം എങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാവുക. പക്ഷേ അതെന്ത് ചെയ്യണം, അത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് അങ്ങനെയുള്ള എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്തിടണം. ഞാൻ മനസ്സിലാക്കിയുള്ള ഇപ്പോൾ സംസാരിച്ച ഇവരാരും തന്നെ അത്തരം എലിമെൻറ്റ്സ് അല്ല. ഇതിൽ എനിക്കൊന്ന് നേരത്തെ സംസാരിച്ച അദ്ദേഹം AP ഉസ്താദിൻ്റെ ആളാന്ന് തോന്നുന്നു. ഇതുണ്ടാക്കിയ മുൻ സൈനിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും ഇത്രയും ലിങ്ക്സ് ഉണ്ട് എന്ന് നമുക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു തെളിവും ഒന്നും, ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഒന്നും ഇല്ലാതെ
ഈ രീതിയിലൊരു പ്രസ്താവന നടത്തുന്നത് ശരി, അത് ഇത് ഗുണം ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിക തന്നെയാണ്. കാരണം അവരെക്കാണ് കണ്ടതിന് മൊത്തം ഇസ്ലാമോഫോബിയ, ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമോഫോബിയ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നതിനൊക്കെ ഒരു സാധൂകരണം നൽകുന്ന രീതിയിൽ മുസ്ലിങ്ങളെ ഒരു പേടിപ്പിക്കുന്ന രീതിയിലായിപ്പോയത്. ശരി.